ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്, ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പൊ നമ്മൾ ഇന്ന് രണ്ടാളും വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു മാരത്തോൺ എക്സാമിനേഷൻ ആണ് അല്ലെ, സഹകരണ മേഖലയില്. സത്യമായിട്ടും നമുക്ക് ഡിസംബർ 29 മുതൽ ഫെബ്രുവരി 14 വരെയും എല്ലാ ഞായറാഴ്ചയും പരീക്ഷ. അതെ, അപ്പൊ നമുക്ക് നിങ്ങൾ പല ആൾക്കാരും മറ്റ് അതായത് എന്തെങ്കിലും ജോലി നോക്കുന്ന ആൾക്കാരല്ല, ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച നിങ്ങളിപ്പോ 1-2 മാസക്കാലം എക്സാമിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കേണ്ട ഒരു സമയമാണ് അല്ലേ? ഞാൻ 1-2 മാസം എന്നുള്ള അതൊന്ന് തിരുത്തുകയാണ്. പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി വരുന്ന മാസങ്ങളിലും, അതായത് ഈ 2026 എല്ലാ ഞായറാഴ്ചകളും നിങ്ങളുടെ എക്സാം കട്ടെടുത്തിരിക്കുകയാണ്, CSEB കട്ടെടുത്തിരിക്കുകയാണ് അല്ലെ. അപ്പം ഓരോ എക്സാം കഴിയുമ്പോഴും പാറ്റേണിൽ മാറ്റമുണ്ട്. ക്വസ്റ്റ്യന്റെ നിലവാരം മാറുന്നു, ക്വസ്റ്റ്യന്റെ രീതി മാറുന്നു. ഇപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപടി വന്നിരുന്ന ഒരു സ്ഥലത്ത് അതിന്റെയൊക്കെ ഇൻഡെപ്ത് ആയിട്ട് ആ ഏരിയയിൽ നിന്നും ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. അപ്പം അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബാങ്കിങ്ങിന്റെ ഭാഗത്തുനിന്ന് സാർ എങ്ങനെയാണ് ഇനി വരുന്ന എക്സാമ്പിൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ സാധാരണഗതിയിൽ ഈ PYQs നോക്കി ചെയ്യുക അങ്ങനത്തെ പരിപാടി സാധാരണ നമ്മളെ മിക്ക പരീക്ഷകളും നടത്താറുണ്ട് അല്ലെ. കഴിഞ്ഞ പരീക്ഷക്കൊക്കെ നടന്ന PYQs വർക്ക്ഔട്ട് ചെയ്യാനുള്ളത് വർക്ക്ഔട്ട് ചെയ്തത് കൊണ്ട് കുഴപ്പമില്ല. കാരണം വെച്ചാൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നിട്ടുണ്ട്. പക്ഷെ കൂടുതലും നമുക്ക് സാധ്യത എന്താ വെച്ചാൽ ക്വസ്റ്റ്യനിലെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഇപ്പൊ അക്കൗണ്ടൻസിയുടെ ഏരിയ നമ്മൾ പറയുകയാണെങ്കിൽ കണ്ടന്റ് ഒന്ന് തന്നെയായിരിക്കും. ഇപ്പൊ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വരുന്നത്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സാധാരണ ആൻസർ തന്ന് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് പകരം ഇപ്പൊ എന്താണ് ഇക്വേഷൻ തന്ന് ആൻസർ കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള അതായത് ഉത്തരം കണ്ടന്റ് ഒന്ന് തന്നെ, പക്ഷെ അതിലേക്ക് വരാനുള്ള വഴികൾ പലതായിട്ട് മാറുകയാണ്. സാർ ഇക്വേഷന്റെ ഒക്കെ കാര്യം പറയുന്നു. അപ്പൊ 10ാം ക്ലാസ് JDC യോഗ്യതയുള്ള ഒരു ക്ലർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഉദ്യോഗാർത്ഥികളോട്, അതായത് 10 JDC ഉള്ള ഉദ്യോഗാർത്ഥികളോട് നീതി പുലർത്തിയോ എന്ന് ചോദിച്ചാൽ സാറിന്റെ മറുപടി എന്താണ്? അപ്പൊ നമ്മൾ ഈ ഒരു എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പൊ അക്കൗണ്ടൻസി, ബാങ്കിങ് എന്നീ ഏരിയകള് കൂടുതൽ ഇപ്പോ BCom കോർപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഈ JDC 10 JDC ഉള്ളവർക്കാണ് ഈ ഒരു എക്സാം എഴുതാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം PG നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ EOQ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ നമ്മുടെ PG നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ. അതെ, കാരണം അതിലേക്ക് എനിക്ക് തോന്നുന്നു അത് ഈ ഡെപ്തായുള്ള പഠനം തന്നെയാണ് അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡെപ്തായുള്ള നമ്മളെ സബ്ജക്ട് വൈസ് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഡെപ്തായുള്ള പഠനമാണ്. അതില്ലാത്ത മികച്ച രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആവശ്യം ഉണ്ടായാൽ മാത്രമേ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് പ്രധാനമായിട്ട് ഒരു ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ സാറ് പറഞ്ഞ ടോപ്പിക്ക് നോക്കാൻ നമ്മൾ EOQ ഒക്കെ നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ PG ലെവലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പല ഭാഗങ്ങള്, അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനൊക്കെ ആൻസർ കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള പഠനം, അതായത് ഓരോരോ സബ്ജക്റ്റിലും ആഴ്ന്ന് ഇറങ്ങിക്കൊണ്ടുള്ള പഠനം നമുക്ക് എന്താണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. അപ്പൊ സാറേ നമ്മളെ മറ്റ് സബ്ജക്റ്റ് അങ്ങനെ തന്നെ അല്ലേ, വൈഡ് ആയിട്ടുള്ള പഠനമാണ് വേണ്ടി വരുന്നത്. അതായത് ഇപ്പൊ 10ാം ക്ലാസ് പഠിച്ച ഒരാൾ PGയുടെ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടേണ്ടി വരുന്നു. അത് വളരെ ഒരു കണക്കിന് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ് ആണ്, ചോദ്യം വരുന്നത് PG നിലവാരത്തിലാണ്. അപ്പൊ നമ്മൾ PSC നോക്കുകയാണെങ്കിൽ PSC 10th ലെവൽ എക്സാമുകളുണ്ട്. അതിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ചോദ്യങ്ങൾ, ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്നും ഒരുപാട് ബുദ്ധിമുട്ടുന്ന രീതിയിലല്ല. അതുപോലെ PSC നടത്തുന്ന നമ്മുടെ +2 ലെവൽ എക്സാമിനേഷൻ ഉണ്ട്, ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഉണ്ട്. അപ്പൊ ഈ എല്ലാ ലെവലിലും ക്വസ്റ്റ്യന്റെ പാറ്റേൺ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു എക്സാമിന് വരുന്നത് കടുകട്ടിയുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള PG നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് ഒരു പരിധി വരെയും ഉദ്യോഗാർത്ഥികളെ കുഴപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഇൻഡെപ്ത് ആയ സ്റ്റഡീനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഇൻഡെപ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ബേസ് മനസ്സിലാക്കി പോകുന്ന ഒരു കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ ബേസും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ അക്കൗണ്ടൻസി ആണെങ്കിൽ അതിന്റെ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കോർപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലോയിലേക്ക് വരികയാണെങ്കിൽ പണ്ടത്തെ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട CSEBക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചോദ്യങ്ങളുടെ പാറ്റേൺ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ മാറി പുതിയ ഏരിയ അവർ പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കോർപ്പറേഷൻ ആണെങ്കിൽ പഴയ ഏരിയ തന്നെ നമ്മൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി എന്ന് പറഞ്ഞതുപോലെ പഴയ ഏരിയ ഒക്കെ തന്നെ, പഴയ ചോദ്യങ്ങളൊക്കെ തന്നെ, പക്ഷെ പുതിയ പാറ്റേണിലാണ്. അപ്പം അതും കൃത്യമായ ഒരു ഇൻഡെപ്ത് നോളേജ് ഉള്ളവർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. കാരണം നമ്മുടെ മുൻപ് സിലബസ് ഉണ്ട്, എന്നാൽ സിലബസിന് പുറത്തുനിന്നുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ലാസ്റ്റ് നടന്ന എക്സാം ആണ് GK, നമുക്ക് സയൻസ് സബ്ജക്ട് വരുന്നില്ല, പക്ഷെ സയൻസിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ എൻറ്റയർലി CSCB മാറുകയാണ് പുതിയ പാറ്റേൺ അനുസരിച്ച്. അതുപോലെ പുതിയ ഒരുപാട് മാറ്റങ്ങൾ ചോദ്യങ്ങളിലും അതേപോലെ തന്നെ പാറ്റേണിലും എക്സാമിന്റെ രീതികളൊക്കെ മാറുകയാണ്. കൂടാതെ എക്സാം തുടരെ എല്ലാ ആഴ്ചകളും എക്സാം തന്നെ നടത്തുകയാണ്. ഒരു പരിധിവരെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. എന്നാൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള പഠനം മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിന് വളരെയധികം ബാധിക്കും. അപ്പൊ ഇത്തരത്തിലെ പുതിയ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി നമ്മളെ CC എന്തുണ്ട് സാറേ? നമ്മുടെ പുതിയ ബിഗിനേഴ്സ് ബാച്ച് ഉണ്ട് സാറേ. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വട്ടം പാറ്റേൺ മാറിയാലും ഏതൊക്കെ ചോദ്യങ്ങൾ ഇത് മാറിയെങ്കിലും ആവശ്യം നമ്മുടേതാണ്. ജോലി മേടിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. അപ്പം ആ ആവശ്യത്തോട് എത്തിപ്പെടണമെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ്. പക്ഷെ ഇവിടെ വേറെ പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പൊ നമ്മുടെ ഓരോ ഉദ്യോഗാർത്ഥികൾ അവരുടെ മാത്രം ആവശ്യമല്ല, അവരോടൊപ്പം തന്നെ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ അവരെ കൈപിടിച്ച് വിജയത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും മെന്റേഴ്സും അവരുടെ കൂടെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വറി സിസ്റ്റം, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ബാച്ചിനുള്ളത്. അപ്പൊ ഇനി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമ്മുടെ ബാച്ചിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ ചെയ്യാം, നമ്മുടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ, അതായത് നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിരിക്കാം. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം സാറേ, നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക. കൂടാതെ നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അല്ലെ, നമ്മളെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക്, വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കാം. കൂടാതെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് അവിടെ പ്രധാനമായിട്ടും വെച്ചാൽ 1 minute 1 VYQ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തെ നല്ല രീതിയിൽ ഉപകാരപ്പെടുത്താൻ കൂടി സഹായിക്കുന്നതാണ്. അതായത് റീല് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരൊറ്റ ആൻസർ കൂടി കിട്ടുന്നു. CSCB എക്സാം റീല് കാണുന്നതിനിടയിൽ ഒരു മാർക്ക് കൂടി കിട്ടുന്നു. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അല്ലെ സാറേ? അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.